സ്ഥലം സന്ദർശിക്കേണ്ട ആവശ്യകത എന്താണ്? ഒരു വീടിൻ്റെ നമ്മളിപ്പോൾ ആ സൈറ്റിൽ പോയിട്ട് അവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് ഏത് ഭാഗത്തു നിന്നാണ് വായു വരുന്നത്, ഏത് ഭാഗത്തു നിന്നാണ് വെളിച്ചം വരുന്നത്. അതേപോലെ നമ്മൾ ചില സൈറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എൽ ഷേപ്പിലൊക്കെ ആയിരിക്കും റോഡ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ എൽ ഷേപ്പിൽ റോഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ സൈഡിലെ വ്യൂ, അതായത് ഒരു വീട് പണിത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാഴ്ച കിട്ടുന്ന ഭാഗങ്ങളിലേക്കുള്ള വ്യൂ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളൊരു സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പറയുന്നത്. ചിലപ്പോൾ താഴ്ചകളുണ്ടാവും. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരേ ലെവലായിരിക്കും. നമ്മളത് വാട്ടർ ലെവൽ എടുത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്ലോപ്പ് ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ പറ്റും. അതിനു മുമ്പ് നമ്മളതൊന്നും മനസ്സിലാക്കാണ്ട് നമ്മളൊരു പ്ലാൻ ചെയ്ത് അത് വർക്ക് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ആ ഫൗണ്ടേഷനും ഈ ഭൂമിയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഒരുപാട് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയും ഞങ്ങൾക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തർ വിളിച്ച് എന്നോട് ചോദിക്കും ഈ സൈറ്റ് വിസിറ്റിങ്ങിനൊക്കെ ചാർജ് വേണ്ടേ എന്നൊക്കെ ചോദിക്കും. സത്യം പറഞ്ഞാൽ ചാർജ് തരേണ്ടത് അവർ ഉത്തരവാദിത്തം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ചാർജ് ചിലവർ തരാറില്ല. എന്നാലും നമ്മൾ സൈറ്റ് പോയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. കാരണം സൈറ്റ് കാണാണ്ട് നമുക്ക് ഒരു പ്ലാനും ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം പ്ലാൻ അങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭൂമിയും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല അവിടെ പോയിട്ട് ആ മണ്ണിൻ്റെ ഘടകം, ആ മണ്ണ് എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം ശരിക്കും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതിന് ചിലപ്പോൾ ഇളക്കുള്ള മണ്ണുണ്ടാവും, ചിലപ്പോൾ സ്ട്രോങ് ആയിരിക്കാം. അപ്പോൾ സ്ട്രോങ് ആണെങ്കിൽ ആ സ്ട്രോങ്ങിനനുസരിച്ചായിരിക്കണം നമ്മളവിടെ ഡിസൈൻ ചെയ്യേണ്ടത്. അതല്ല ഇളക്കുള്ള മണ്ണാണെങ്കിൽ നമ്മളതിന് അനുസരിച്ച് സോയിൽ ടെസ്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സോയിൽ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പേപ്പറൊക്കെ കിട്ടിയിട്ട് അപ്പോൾ എത്ര ആഴം കൊണ്ടാണ് നമുക്കതിൻ്റെ നമുക്കവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ഒരു പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം കാണുന്നത് നമ്മൾ എന്തായാലും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്.